ആ തുടക്കത്തിലൊക്കെ മാർക്ക് കുറവായിരുന്നു, പക്ഷെ അന്നേരം ഞാൻ നിർത്തിപ്പോകാൻ ഇരുന്നായിരുന്നു. ബ്രില്യനിൽ ചേരാൻ കാരണം ഒരു റിലേറ്റീവ് പോലെ ഫാമിലി ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താൽ വെറുതെ എക്സാം എഴുതിയൊക്കെ കിട്ടി. അത്രയും ലക്ഷ്യബോധം വെച്ചൊന്നും വന്നല്ല, പക്ഷേ അത് വർക്കൗട്ടായി. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് വരും. ഞാൻ ആ +1 +2 കൂടെ തന്നെ ബ്രില്യൻറ്റ് കൊണ്ടുപോയതാണ് ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ഇതുവരെ. ഏത് ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റൻ ആയാലും നമുക്കത് ടാക്കിൾ ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് ബ്രില്യൻറ്റ് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി നിർത്താൻ ബ്രില്യൻറ്റ് എപ്പോഴും നോക്കുമായിരുന്നു. ആ ഒരു ഇതിൽ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആംബിയൻസ് എല്ലാം നമ്മളെ സക്സസ്സിൽ എത്തിക്കും. അപ്പോൾ 2025 നീറ്റ് ജെയ് പോലുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളാണ്. അപ്പം നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ സാധിക്കുന്ന 3 ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെയും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവർക്ക് നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. കാരണം ഇവർ ബ്രില്യൻറ്റിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ഇപ്പം നിങ്ങളെപ്പോലെയൊക്കെ ഒരുപാട് സംശയങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് ഇവരും ബ്രില്യൻറ്റിലേക്ക് അന്ന് എത്തിച്ചേർന്നത്. പക്ഷേ ഉറച്ച ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അത് നേടിയെടുക്കുകയും ചെയ്തു. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ നേടിയെടുത്തതിൻ്റെ ബിഹൈൻഡ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് ഇവരുടെ തയ്യാറെടുപ്പുകൾ നടന്നിരുന്നത് എന്നൊക്കെ ഏറെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാനാണ് ഇവരിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പേര്, നാട് എവിടെയാണ്? എൻ്റെ പേര് അലൻ ജി ഒമുരിക്കൻ. ഞാനിപ്പം തേനി മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് പിറവത്താണ്. ഞാൻ സാറിൻ്റെ ബാച്ചിലായിരുന്നു 11th 12th കംപ്ലീറ്റ് ചെയ്തത്. സ്കൂൾ ഏതായിരുന്നു? സ്കൂള് SFS ഏറ്റുമാനൂരായിരുന്നു. ഓക്കെ, നിങ്ങൾ 3 പേരും SFS ഏറ്റുമാനൂരിലെ വിദ്യാർത്ഥികളാണ് അല്ലേ? അവിടുന്ന് തന്നെ ഈ ഒരു സൗഹൃദം ഉണ്ട് അല്ലേ? ഒരു ഹെൽത്തി ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഇടയിലൊക്കെ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? നമുക്കറിയാം ഇതൊരു നല്ല ഹാർഡ് വർക്ക് ഉള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു നീറ്റ് അല്ലെങ്കിൽ ജെയ് പോലുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളെടുത്ത എഫേർട്ട് ചെറുതല്ല, വലുതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് തിരിച്ചറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും 2025 നീറ്റ് ജെയ് പോലുള്ള പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോടാണ്. എങ്ങനെ ഈ ഒരു സമയത്തെ ഹാൻഡിൽ ചെയ്യാം? എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മെൻ്റൽ പ്രസൻസ് ആണ് ആക്ച്വലി ഏറ്റവും വേണ്ടതെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് വരും. ഞാനൊക്കെ അവിടെ വന്ന സമയത്താണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. വിഷ്ണു സാറായിരുന്നു ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി ഓരോ എക്സാം കഴിയുമ്പം ഞാനാണ് ആക്ച്വലി സ്റ്റേറ്റ് സിലബസിൽ നിന്ന് CBSE 11th 12th എടുത്ത ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. അതേപോലെ തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ക്ലാസ്സിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ഒക്കെ ആയിരുന്നു എനിക്ക് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ. ബ്രില്യനിലേക്ക് വന്നതിന് ശേഷമാണ് എങ്ങനെ ആയിരിക്കണം ഇതിനു വേണ്ടിയുള്ള പാത്ത് സെറ്റ് ചെയ്യേണ്ടതെന്ന് അലൻ കണ്ടെത്തുന്നത് അല്ലേ? ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, പ്രീവിയസ്ലി എനിക്കൊരു എക്സ്പോഷറും ഇല്ലായിരുന്നു. ജസ്റ്റ് വെറുതെ എക്സാം എഴുതി എൻട്രൻസ് കിട്ടി, അങ്ങനെയാണ് ഇത് വന്നത്. അപ്പം ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒന്ന് ഇരുന്ന് പഠിച്ചൊരു ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പഠിക്കുന്നു, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റണില്ല, ഒന്നും മനസ്സിലാവാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ബ്രില്യനിലെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, സനു സാറ്, അതേപോലെ വിഷ്ണു സാറ്, അനു മിസ്, ഇവരെല്ലാവരും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ എന്താ ചെയ്യേണ്ടതെന്നും. അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടിയില്ലേ തന്നെ ഭയങ്കര ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. സാരമില്ല, ഇനി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ പ്രീവിയസ്ലി അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ കഥ പറഞ്ഞു. മിസ് സാർ എപ്പോഴും ഒരു കാര്യം പറയായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ടൈമിൽ നമുക്ക് എന്താണ് ഒരു വിജയം ഉണ്ടായിരിക്കും. അങ്ങനെ അപ്പോൾ ആ ഒരു കാര്യം തന്നെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്തിട്ടുള്ളൂ. ആ തുടക്കത്തിലൊക്കെ മാർക്ക് കുറവായിരുന്നു, പക്ഷെ അന്നേരം എന്തെങ്കിലും ഒരു ദിവസം കയറി വരാം ആ ഒരു പ്രതീക്ഷ തന്നെ. ഒത്തിരി എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല, എന്നാലും കൺസിസ്റ്റൻസി അത്യാവശ്യം കീപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ എഫേർട്ട് ഇട്ടു. പയ്യെ +2 ഒക്കെ ആകുമ്പോഴത്തേനും മാർക്ക് കയറി വന്നു. പിന്നെ ഇടയ്ക്ക് ഓസിലേറ്റ് ചെയ്യും, എന്നാലും മാക്സിമം ട്രൈ ചെയ്തു. അതേപോലെ ഇവരെ ആക്ച്വലി ആ ഒരു അറ്റ്മോസ്ഫിയർ എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് അക്കാഡമിക്കലി നമ്മളെ എങ്ങനെ പഠിപ്പിക്കുന്ന അതുപരിയായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു കാര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. അതേപോലെ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കാനും ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ബ്രില്യനിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇന്നും എൻ്റെ അടുത്ത് 2 വർഷം അവിടെ പോയി പഠിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി അവിടെ പോയി പഠിക്കും. കാരണം എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഓർക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടൈമായിരുന്നു അത്. ബ്രില്യൻ കാലഘട്ടം അല്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു, ഏറ്റവും പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരാൻ ആഗ്രഹിച്ചൊരു വിദ്യാർത്ഥിയാണ്, മുന്നിൽ വന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഗ്രാഫിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആ ഒരു സമയത്ത് അവൻ ചെയ്തിരുന്നത്? 3 സബ്ജക്ട്സിന് ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. ഞാൻ ബയോളജിയാണെ സ്ട്രിക്ട്ലി NCERT തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അധികം പുറത്തുനിന്നും പഠിക്കുന്നില്ലായിരുന്നു. ഒബ്വിയസ്ലി ബ്രില്യൻറ്റിൽ നിന്ന് പുറത്തുനിന്ന് ചോദിക്കും, കാരണം നമ്മുടെ സബ്ജക്റ്റിൻ്റെ നോളജ് കുറച്ച് കൂട്ടാനും നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടാനും.
പക്ഷേ സാരമില്ല, ഞാൻ NCERT തന്നെ NCERT ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പുറത്ത് പോകലെന്നുള്ള രീതിയിൽ ബയോളജി NCERT തന്നെയായിരുന്നു സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത്. പിന്നെ മോസ്റ്റ്ലി അതിൻ്റെ ടൈം ഞാൻ കൊടുക്കാറ് കെമിസ്ട്രിക്കും ഫിസിക്സിനുമായിരുന്നു. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നീറ്റ് വരുന്ന ക്വസ്റ്റ്യൻസിൽ ആ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാനായിരുന്നു ഒരു ട്രീ. പിന്നെ ബ്രില്യൻ്റ് എപ്പോഴും ഏത് എക്സാം നടത്തി കഴിഞ്ഞാലും ആ മാക്സിമം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. എത്ര പഠിച്ചുമില്ല അത് കെയർ ചെയ്യാറില്ല, മാർക്കും കെയർ ചെയ്യാറില്ല. എത്രത്തോളം എക്സ്പോഷർ ആവാം, എത്രത്തോളം ഒരു എക്സാം ആ ഒരു എക്സാമിനെ എങ്ങനെ ഫേസ് ചെയ്യാം, അതായിരുന്നു മാക്സിമം നോക്കിക്കൊണ്ടിരുന്നത്. സാറുമാരാണെങ്കിലും പറയും എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുക, അത് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എക്സാമിനെ ആ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒരു ചാലഞ്ച് കുറയും, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് മോഡൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ റെസിഡൻഷ്യലിൻ്റെ സെപ്പറേറ്റ് മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ചാപ്റ്റേഴ്സിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യും മാക്സിമം. എത്ര ഇതുണ്ടെങ്കിലും മാർക്ക് കുറഞ്ഞാലും മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്യും. കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രി മാക്സിമം പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തായിരുന്നു പഠിക്കാറ്. ഇനോർഗാനിക്കും ഓർഗാനിക്കും NCERT നല്ലോണം വായിക്കും, NCERTയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. പിന്നെ ബയോളജി ഒരു NCERT 5 തവണയിലും വായിച്ച് തീർക്കണമെന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം മാക്സിമം അങ്ങനെ വായിക്കാൻ നോക്കി. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് എക്സാമിൻ്റെ ഒരു സ്ട്രെസ്സ് വരും. അപ്പോഴും ഒരിക്കലും പതറി പോകരുത്, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പിന്നെ ബ്രില്യൻ്റ് ഇവരാണേലും വിഷ്ണു സാറാണേലും സനി സാറാണേലും എല്ലാവരും എപ്പോഴും വിളിച്ച് ഓക്കെ ആണോ, ഇപ്പോൾ ഒരു തവണ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, അടുത്ത തവണ പിടിക്കാം, കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വഴക്ക് പറഞ്ഞാലും ഇവർ പറയും കുഴപ്പമില്ല, അത് എക്സാമൊക്കെ അല്ലേ, ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു പോകും, അടുത്ത തവണ പിടിച്ചു വരാം. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ബ്രില്യൻ്റിൽ മീൻസ് ഇട്ട എഫേർട്ട് എന്താണെങ്കിലും ഒരു സക്സസ്സിൽ എത്തിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഫൈനലി കംപ്ലീറ്റ് ആയി, വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ? ഈ ഡോക്ടർ ആവണമെന്നുള്ളൊരു ലക്ഷ്യം എന്ന മുതലാണ് മനസ്സിൽ? ആക്ച്വലി എനിക്ക് അങ്ങനെ ഡോക്ടർ ആവണമെന്നൊരു ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. +1 ഏതെങ്കിലും നല്ലൊരു സ്കൂളിൽ പഠിക്കുക. അപ്പം ബൈ ചാൻസിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബ്രില്യൻറ്റിൻ്റെ എക്സാം എഴുതി. അവരുടെ കൂടെ ജസ്റ്റ് കമ്പനിക്ക് വന്ന് എഴുതിയതാണ്. അപ്പോൾ ഇവിടെ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തു. അപ്പം സ്റ്റീഫൻ സാറും ജോർജ് സാറും ഒക്കെ ആയിരുന്നു വന്ന ആ പ്രോഗ്രാമിലുണ്ടായിരുന്നത്. അവരിങ്ങനെ പറഞ്ഞു കരിയറിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇന്ന പാച്ചിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പം എനിക്ക് ആക്ച്വലി ബയോളജി വലിയ ഇഷ്ടമല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ മാത്സും ഫിസിക്സ് ഒക്കെ ആയിരുന്നു താല്പര്യം. അപ്പം അന്നേരം ഇവർ പറഞ്ഞു, സ്റ്റീഫൻ സാറൊക്കെ പറഞ്ഞു IIT-യിലൊക്കെ ആ ഒരു ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ മീൻസ് എയ്തർ IIT VITs അല്ല അങ്ങനത്തെ ഏതെങ്കിലും കോളേജസിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കുറച്ചുകൂടി അത് കഴിയുമ്പോഴത്തേക്കും ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. എനിക്കറിയില്ല എൻ്റെ ഇതിനെപ്പറ്റി. അങ്ങനെയാണ് അന്ന് ഞാൻ ധരിച്ചു വെച്ചത്. ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിംസ് ബാച്ച് വന്നു കഴിഞ്ഞാൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് മാത്സും പഠിക്കാം, നീറ്റും എഴുതാം, JEE എഴുതാം, ആ ഒരു ഐഡിയയോടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം കൂടി നടക്കത്തില്ല, ഏതെങ്കിലും ഒരു പാത്ത് ചൂസ് ചെയ്യണമെന്ന്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് എന്താണ് ഡ്രീംസ് ഉള്ള ഡോക്ടർ ആവണം എന്ന് ചെറുപ്പം തൊട്ടേ സ്വപ്നം കാണുന്നവരായിരുന്നു. നമ്മുടെ ആംബിയൻസ് നമ്മളെ ബിൽഡ് ചെയ്യണം. അതെ, ആ ഒരു പിയർ പ്രഷർ ആംബിയൻസും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പയ്യെ ഗ്രാജുവലി എനിക്കും ആ ഒരു ആഗ്രഹം തോന്നി. പക്ഷെ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇവർ ഇത്രയും ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് എനിക്കത് പറ്റത്തില്ല എന്നൊരു ഇതായി. അപ്പോൾ ഞാൻ നിർത്തിപ്പോകാൻ ഇരുന്നായിരുന്നു. അപ്പം അന്നേരം ആക്ച്വലി ഞങ്ങളുടെ അന്നത്തെ കോർഡിനേറ്റർ സനുസാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണെങ്കിലും 1 വർഷം ട്രൈ ചെയ്യും, ഇപ്പം നിർത്തി പോകുന്ന കാര്യമില്ല, ട്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പം നിനക്ക് നിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. അതേപോലെ ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പോലും ഫെയിലായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ ഒരു ഡയലോഗും പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് പിന്നെ ബ്രില്യൻ്റ് തന്നെയുള്ള അനൂപ് സാറ് ഫിസിക്സിൻ്റെ, അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, ഇങ്ങനെ സാർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒട്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ സാറ് പറഞ്ഞു, സാറ് 10 വരെയും മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ്, 11th 12th അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വന്നു. അപ്പോൾ സാറിന് അന്നേരം നേരിടേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം ഓക്കെ, ഈ ഒരു പാത്തിക്കൂടി പോയ ആൾക്കാരുണ്ട്, അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും സാധിക്കും. പിന്നെ ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി നിർത്താൻ ബ്രില്യൻ്റ് എപ്പോഴും നോക്കുമായിരുന്നു. ആ ഒരു ഇതിൽ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആംബിയൻസ് എല്ലാം നമ്മളെ സക്സസ്സിൽ എത്തിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആളിനോട് നമുക്ക് ചോദിക്കാം. നമുക്ക് ആദ്യം തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. പേര്, നാട്, ഇപ്പം എന്ത് ചെയ്യും? എൻ്റെ പേര് അമൽ ജോൺ, ഞാൻ അങ്കമാലിന്നാണ്. അപ്പോൾ ഞാൻ VIT ചെന്നൈയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ജോലിക്ക് കയറാൻ പോവാം ബാംഗ്ലൂരിൽ സെപ്റ്റംബറിൽ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ബ്രില്യൻറ്റിലേക്ക് എത്തിയതാണ്. ബ്രില്യൻറ്റിലെ പഠനം കഴിഞ്ഞ് VIT-യിൽ എത്തിയ ഒരു കാലഘട്ടം. അതിനുശേഷം ഇപ്പോൾ ജോലിക്ക് പ്രവേശിക്കാൻ പോകണം. ലൈഫ് എൻറ്റേർലി മൊത്തത്തിൽ ചേഞ്ച് ആയെന്ന് തന്നെ പറയണം. കാരണം സ്വപ്നം കണ്ട രീതിയിലേക്ക് ലൈഫ് മാറാൻ പോകണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ആ ഒരു രീതിയെ കുറിച്ച് നമ്മൾ ബ്രില്യൻറ്റിൽ ചേരാൻ കാരണം ഒരു റിലേറ്റീവ് പോലെ ഫാമിലി ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. വെറുതെ എക്സാം എഴുതിയൊക്കെ കിട്ടി. ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് എസെൻഷ്യൽ ലൈഫ് ഫ്രണ്ട്സിനും കൂടെ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. അത്രയും ലക്ഷ്യബോധം വെച്ചൊന്നും വന്നതല്ല, പക്ഷേ അത് വർക്കൗട്ടായി.
പിന്നെ കോളേജിനെ പറ്റി കോളേജ് ഇത്തിരി എന്താ സിലബസൊക്കെ അത്യാവശ്യം ഉണ്ടാവും. എന്താ ഇങ്ങനെ ജെഇ പഠിക്കണ പോലെയല്ല, കുറേ ആപ്ലിക്കേഷനൊക്കെ പഠിക്കണം. അപ്പോൾ സ്വന്തമായിട്ടൊരു ക്രിയേറ്റിവിറ്റിയും എന്താ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവണം. അപ്പോഴാണ് അതൊന്ന് ചെയ്തെടുക്കാൻ പറ്റണേ. പിന്നെ ഇപ്പോൾ ഡ്രീം എത്തിയെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് ഫിക്സ്ഡ് ആയ ഡ്രീമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജീവിതം ഇപ്പോൾ ഒരു കുറേ കാലം ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്ത് പോവാ. എവിടെയെങ്കിലും സ്വപ്നങ്ങൾ വരും അല്ലെ, കോളേജ് കഴിയുമ്പോൾ ജോലി കഴിയുമ്പോൾ വേറെ ജോലി, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 2 വർഷം ബെർലിൻ്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ മോനെ ബെർലിനിൽ സ്ട്രൈക്ക് ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. കാരണം വേറൊരു സ്കൂളിൽ നിന്ന് ബെർലിൻ്റെ ഒരു കോച്ചിങ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ മാറിയപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച്, അതിൽ മോനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്താണ്? ഇപ്പോൾ ബ്രില്യൻറ്റിൽ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അതാണ്, പല ടൈപ്പാണെങ്കിലും നല്ല അത്യാവശ്യം എക്സെപ്ഷണലായ സ്റ്റുഡൻസ് മിക്കവരും പരിചയപ്പെട്ടവരുള്ളത്. എല്ലാവരും ഭയങ്കര എബവ് ആവറേജ് അറിവും ബുദ്ധിയൊക്കെ ഉള്ളവരാണ്. സോ അവരിൽ നിന്ന് ഇങ്ങനെ പല എക്സ്പീരിയൻസസും അവരുടെ ഹെൽപ്പും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കാൻ നല്ല രസമായിരുന്നു. അതിപ്പോൾ സാധാരണ സ്കൂളിൽ അത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. പിന്നെ അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു? ഞങ്ങളൊരേ ക്ലാസ്സായിരുന്നു. എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ആദ്യത്തെ. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ? ആള് MBBS ആണ് അല്ലേ ട്രൈ ചെയ്ത്, നിങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ്. ഓക്കെ. എങ്കിലും ആ ഒരു ബോണ്ടിങ് നിൽക്കുന്നതിന് പിന്നിൽ ബെർലിനിന് വലിയൊരു സ്ഥാനമുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ബെർലിനിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളെയൊക്കെ കണ്ടില്ലേ? ഇതുപോലെയൊക്കെ നമ്മുടെ ക്യാമ്പസിലൂടെയൊക്കെ ഒരിക്കലെങ്കിലുമൊക്കെ നിങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ബെർലിനിലെ 2 വർഷത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ 2 വർഷം കൊണ്ട് തയ്യാറെടുത്തത് കൊണ്ട് നമുക്കുണ്ടായ ഒരു ഗുണം എന്താണെന്ന് പറയാം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം റിപ്പീറ്റ് ചെയ്യാന്നുള്ള പ്ലാനോട് കൂടിയായിരുന്നു 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പാണ് എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്രില്യനിൽ സ്പെഷ്യൽ ബാച്ച് ഇങ്ങനെ ലോങ് ടേം ഉണ്ട്, +1 +2ൻ്റെ കൂടെ കോച്ചിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു എന്നാൽ ട്രൈ ചെയ്യാം, നോക്കാം. പക്ഷെ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത് ഞാൻ എടുത്ത ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം റിപ്പീറ്റേഴ്സിന് കുറച്ചും കൂടെ ഹെക്റ്റിക് ആയിട്ടുള്ള +1 +2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് പാടാണ്. അവർ +1 +2 നല്ലോണം പഠിച്ചാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് സ്പെഷ്യൽ ബാച്ചിൽ വന്നായിരുന്നു ഏറ്റവും നല്ല തീരുമാനം. കാരണം 2 വർഷമുണ്ട്. ഇപ്പോൾ +1 തൊട്ടുള്ള ടോപ്പിക്സ് ബ്രില്യൻറ്റ് പഠിപ്പിക്കും. അപ്പോൾ അതിന് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ടി ലെവൽ ഈസി ടു ഹാർഡ് എല്ലാം നമ്മൾ ഭയങ്കരമായിട്ടും ഫെമിലിയർ ആവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് +1 +2 പഠിക്കുന്നതിന് എല്ലാ എക്സാംസ് എഴുതി ഭയങ്കര ശീലമാവുന്നതുകൊണ്ട് ഭയങ്കര എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആ +1 +2ൻ്റെ കൂടെ തന്നെ ബ്രില്യൻറ്റ് കൊണ്ടുപോയതാണ് ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ഇതുവരെ. അതുകൊണ്ട് തന്നെ എനിക്ക് IIT എത്താനും പറ്റി. ഇപ്പം നല്ല ഹാപ്പിയാണ്. IIT സ്വപ്നം കണ്ട് ബ്രില്യൻറ്റിന്റെ പടിവാതിലൊക്കെ കടന്നു വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ലക്ഷ്യം സാധ്യമാക്കി മടങ്ങിയ നിങ്ങളെപ്പോലെ ഒരുപാട് വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന വിദ്യാർത്ഥികളുടെ IIT-കളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ പഠിച്ചത് IIT ഭുവനേശ്വറിലാണ്. അപ്പോൾ IIT ഇപ്പോൾ ഏത് IITs ആയാലും നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ. നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ആയാലും കുറേ ക്ലബ്സ് ഉണ്ട്, കുറേ സൊസൈറ്റീസ് ഉണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓൾ ഇന്ത്യ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, പല കൾച്ചറിലുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടും. അപ്പോൾ അത് തന്നെ നമ്മളെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും. നമ്മൾ ഏത് സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെയും നിൽക്കാനുള്ളൊരു അഡാപ്റ്റേഷൻ സ്കില്ല് നമുക്ക് കിട്ടും. പിന്നെ IITs അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ എന്ത് വേണമെങ്കിലും ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിൽ പോകാം. നമ്മളിപ്പോൾ ഏത് ഡൊമൈൻ എടുത്തു കഴിഞ്ഞാലും ഇപ്പം ITs ആണ് ഇഷ്ടം, പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ കോഡിംഗ് ഒക്കെ പഠിക്കുവാണെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ്സിന് കമ്പനീസ് വരുമ്പോൾ നമുക്ക് ആ ഇതിലേക്ക് ഇരിക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ ബ്രാഞ്ച് ഡിഫറൻസ് ഒന്നുമില്ല. വളരെ ചുരുക്കം കമ്പനീസൊക്കെ ഇങ്ങനെ CS മാത്രമായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഇപ്പം ഏത് ബ്രാഞ്ചിലെ കുട്ടികളായാലും കോഡിംഗ് അറിയാമെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് IT ഫീൽഡിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ ആണ്, കുറേ സ്പേസ് ഉണ്ട്, പിന്നെ ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടക്കാം, കളിക്കാൻ പോവാം. അങ്ങനെ അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ അങ്ങനെ ഭയങ്കര ഹെക്റ്റിക് അല്ല, അക്കാഡമിക്സും ഒക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് മൊത്തം എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് പിന്നെ ബ്രില്യൻറ്റിന് വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിനെ കുറിച്ച് അനുഭവിച്ചറിഞ്ഞ ബ്രില്യൻറ്റിനെ കുറിച്ച് ഒന്ന് പറയാം. ബ്രില്യൻറ്റിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അത്രയും നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ +1 +2 നമുക്ക് അത്രയും എക്സ്പോസ്ഡ് ആവണം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും. ഇപ്പോൾ JEE അഡ്വാൻസിൻ്റെ ആയാലും കറക്റ്റ് എങ്ങനെയാണ് എക്സാം നടക്കുന്നത് അതേ രീതിയിലാണ് ബ്രില്യൻറ്റ് മോഡൽ എക്സാംസ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അത്രയും പ്രോപ്പർ എക്സാം സ്ട്രക്ചറായിട്ട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ശരിക്കുള്ള എക്സാം എഴുതാൻ പോകുമ്പോഴും നമുക്ക് ഒന്നും തോന്നൂല. കാരണം നമ്മൾ അത്രയും എക്സാംസ് എഴുതി ഇവിടുന്ന് നമ്മൾ അത്രയും ശീലിച്ചു. അപ്പോൾ ശരിക്കുള്ള എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇവിടുന്ന് എഴുതുന്ന പോലെ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സാം പ്രഷറും കാര്യങ്ങളൊന്നുമില്ല. ഏത് ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റൻ ആയാലും നമുക്കത്
ടാക്കിൾ ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് ബ്രില്യൻ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സാറുമാരൊക്കെ തന്നെ ആയാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എപ്പം പറഞ്ഞാലും അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയാലും ഒരു കുട്ടിക്ക് വേണ്ടി ആയാലും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെക്കും. പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ആരോട് ഓപ്പൺ ആയിട്ട് പറയാം. പിന്നെ സാറൊക്കെ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു, പ്രത്യേകിച്ച് വിഷ്ണു സാറ് എന്തും നമുക്ക് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം. പിന്നെ ബ്രില്യനിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കണക്ഷൻസ്, കുറേ സുഹൃത്തുക്കളെ കിട്ടി. ഇപ്പം അന്ന് 2018 അവിടെ വന്നത്, അത് ഇപ്പം 2024 ഇത്രയും വർഷമായിട്ടും ഒരുപാട് ഇപ്പം നിലനിൽക്കുന്ന ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അങ്ങനെ എപ്പോഴും വിളിക്കാറൊന്നുമില്ല, എന്നാലും എപ്പോഴും കാണുമ്പോഴും ആ ഒരു പഴയ കണക്ഷൻ അതുപോലെ തന്നെ ഉണ്ട്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കാം, എപ്പോഴും അവർ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ കുറേ ബന്ധങ്ങൾ കിട്ടി ബ്രില്യൻ്റിൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സഹപ്രവർത്തകരുടെ ഒക്കെ ഇടയിൽ ഏറ്റവും ആത്മാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന നമ്മുടെ ഒരു ക്ലാസ് ടീച്ചറുണ്ട്, വിഷ്ണു മുരളി സാർ. സാറിനെ നിങ്ങൾ കണ്ടു കാണും. സാറിനെ ഇവരെ ഏറ്റവും സ്നേഹത്തോടുകൂടി സാറിനെ കാണാനും ബ്രില്യൻ്റിലെ മറ്റ് ഇവരെ പഠിപ്പിച്ച അധ്യാപകരെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. സാറുമായിട്ടുള്ളൊരു കണക്ഷൻ ഞാൻ കണ്ടു. ഈ വിദ്യാർത്ഥികൾക്കെല്ലാം എനിക്ക് തോന്നുന്നു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സാറിന്റെ ഈ ഒരു ക്ലാസ്സുകളിലൂടെയും അല്ലെങ്കിൽ സാറിന്റെ ഒരു മെന്റർഷിപ്പിലൂടെയൊക്കെ വലിയൊരു വിജയത്തിലൂടെയൊക്കെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും സാർ, ഇവർ ഒരുപാട് കാലത്തിന് ശേഷം ബ്രില്യൻ ക്യാമ്പസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാലത്തെക്കുറിച്ച്, ഇവരുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് സാർ ഈ വിദ്യാർത്ഥികളൊക്കെ ഓർത്തിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കുട്ടികളെ കാണുന്നത്. അപ്പൊ അവരെ എന്നെ വിളിച്ചു, സാർ ഇവിടെ ഉണ്ടോ, ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അത്രയും കാലഘട്ടത്തിന് ശേഷവും ഇവർ നമ്മൾ ഓർത്തിരിക്കുന്നു, നമ്മളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം 2017-18 കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് വന്ന കുട്ടികളാണ് ഇവർ. അപ്പം നമുക്ക് പ്രത്യേകം എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു നിർദ്ദേശമുണ്ട്, നമ്മുടെ കുട്ടികളോട് നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറണം, അവരെ എങ്ങനെയൊക്കെ മുന്നോട്ട് നയിക്കണം, എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പം ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അപ്പം അവർ പറഞ്ഞ വഴികളിലൂടെ തന്നെ ആണ് നമ്മൾ ഈ കുട്ടികളെ മുന്നോട്ട് നയിച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ പഠനത്തിനാണേലും മറ്റുള്ള കാര്യങ്ങളിലാണേലും എല്ലാത്തിലും മുന്നേ നിൽക്കുന്ന കുട്ടികളായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞാൽ പോലും കൃത്യമായിട്ട് അത് അനുസരിക്കാനും അത് ചെയ്യാനും ഉള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ ആഴ്ച നടക്കുന്ന എക്സാമിന് ശേഷം നമ്മൾ ഇവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഇന്ന മിസ്റ്റേക്കുകളൊക്കെ പറ്റി, അപ്പം ഇനി മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതെല്ലാം അവർ വളരെയധികം അനുസരിച്ച്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് നമ്മൾ പ്രൊഫസേഴ്സിനോട് ചോദിക്കണം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞ് പ്രൊഫസേഴ്സ് വരും. അപ്പം അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളോട് നമ്മൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇവർ സ്വീകരിച്ച് കൂടുതലായിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളൊരു മനസ്സ് ഇവർക്കുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കൂടെയുള്ള സാറുമാരോടാണെങ്കിലും ഞങ്ങളെല്ലാവരെയും നല്ലൊരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിനേക്കാളും നല്ലൊരു ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് ഇവർ നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം നമ്മളാണേലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു അതിർവരമ്പുകൾ അവരൊരിക്കലും ലംഘിച്ചിട്ടുമില്ല. നമ്മളോടത് നല്ല രീതിയിൽ അവർക്കത് റെസ്പെക്റ്റോടുകൂടി തന്നെയുള്ളൊരു റിലേഷൻ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അനുസരിക്കുന്നുമുണ്ട്, പക്ഷെ അവരുടെ കാര്യങ്ങൾ അത് നടക്കുന്നുമുണ്ട്, നന്നായിട്ട് പഠനത്തിൽ ഇമ്പ്രൂവ് ആകാൻ സാധിക്കുന്നുമുണ്ട്. ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല റിസൾട്ട് മേടിച്ച കുട്ടികളാണ് ഇവരാരും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ്റെ രീതിയിലാണേലും അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവരെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം റിസൾട്ട് വരുമ്പം ഇവരൊക്കെ അത് വിളിച്ചും നമ്മളോട് പറയുമ്പം അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവര് പഠിച്ചിറങ്ങി അല്ലെ അവരുടെ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തിച്ച ഒരു സ്ഥാപനത്തിലേക്ക്, അവരുടെ സ്വന്തം ക്യാമ്പസിലേക്ക് അവർ തിരികെ എത്തിയിരിക്കുകയാണ്. ക്ലാസ് ടീച്ചറിനെ കണ്ടു, അതുപോലെ ഇവിടെയുള്ള ഒരുപാട് അധ്യാപകരെ കണ്ടു, ഡയറക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴും അവർക്കൊരു മനസ്സിലുള്ളൊരു സന്തോഷം, അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫാമിലിയിൽ നിന്ന്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.